ആപ്കി അദാലത്തിൽ കപിൽ ദേവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പണം സമ്പാദിക്കുന്നത് ലക്ഷ്യമായി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കപിൽ ഇപ്പോൾ ക്രിക്കറ്റേഴ്സിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ അത് സേവാങ് ആണെങ്കിലും ശരി, ധോണി ആണെങ്കിലും ശരി, അവര് അഡ്വർടൈസ്മെന്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ക്രിക്കറ്റിൽ ശ്രദ്ധ വളരെ കുറച്ചാണ്. ഇതിനൊക്കെ കാരണം കപിൽ ദേവ് ആണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അവരുടെ ജീവിതമെങ്കിലും മെച്ചപ്പെടുമല്ലോ. റിട്ടയർമെന്റിന് ശേഷം അവരുടെ ജീവിതം എന്തായാലും നന്നായിരിക്കും. ഞാൻ ഒരുപാട് ക്രിക്കറ്റേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് മുൻപ് ഒരു ജനറേഷന് മുൻപ്, 2 ജനറേഷന് മുൻപ് അവരുടെ കയ്യിൽ ചായ കുടിക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ, അതായത് അവരെല്ലാം എന്നെക്കാളും 100% ഇന്റലിജന്റ് ആണ്, പക്ഷേ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തത് ഞാനാണെന്ന്, അതായത് അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ. എന്നോടൊരു ക്രിക്കറ്റ് പ്ലെയർ പറഞ്ഞത് കപിൽ ദേവ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിനുള്ളിൽ പോക്കറ്റിൽ കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും കാണുമെന്നാണ്. അതായത് ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളായിക്കോട്ടെ, ജഡ്ജസ് ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 5 ലക്ഷം ഇന്ന് നഷ്ടപ്പെടണം, തോറ്റുപോകണം എന്നാരും ചിന്തിക്കില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് നന്നായി ജോലി ചെയ്യണം, പണം സമ്പാദിക്കണം, നല്ല ജീവിതം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കൂ. അങ്ങനെയല്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? എപ്പോഴാണ് സങ്കടം തോന്നുന്നത് വെച്ചാൽ, സേവാങ്ങിനെ പോലെ, ധോണിയെ പോലുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കൂടുതൽ ശ്രദ്ധ പണം സമ്പാദിക്കുന്നതിലാണുള്ളത്. അതുകൊണ്ടാണ് ക്രിക്കറ്റിൽ പെർഫോമൻസ് വളരെ മോശമൊന്നും പറയുന്നത്. ഒരിക്കലുമില്ല. എന്റെ ആഗ്രഹം അവർ കോടിക്കണക്കിന് സമ്പാദിക്കണമെന്നാണ്. കാരണം അതിലെനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതായത് നമ്മുടെ ക്രിക്കറ്റേഴ്സ് സമ്പാദിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആരെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ അവരുടെ അനിയനോ മറ്റോ കളിക്കുകയാണെങ്കിൽ അവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയോ? അതായത് സച്ചിനെക്കുറിച്ചോ സേവാഗിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയോ? അവരുടെ മക്കൾ ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അവരങ്ങനെ ചിന്തിക്കൂ? അല്ലെങ്കിൽ കാശ് വാങ്ങാതെ ഫ്രീ ആയിട്ട് കളിക്കണമെന്ന് പറയൂ? അവർ കൂടുതൽ ചോദിക്കുകയാണ് ചെയ്യുക. സ്വന്തം കാര്യം വരുമ്പോ അതാണ് അവർക്ക് ഏറ്റവും വലുത്. അവർക്ക് വേണ്ടപ്പെട്ടയാളല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു ജീവിതം 10 വർഷം ഉണ്ടാകും, 12 വർഷമാവാം, 15 വർഷമാവാം. അവർ ഒരു ജോലിക്കും പോകുന്നില്ല. അവർക്കിതല്ലാതെ വേറൊന്നും അറിയുകയുമില്ല. എപ്പോഴും ക്രിക്കറ്റ് കളിക്കും, പിന്നെ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കും. 20 വർഷം മുമ്പുണ്ടായിരുന്ന ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഒന്നുകിൽ റെയിൽവേയിലായിരിക്കും ജോലി, അല്ലെങ്കിൽ ബാങ്ക് ജോലിയായിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അതായത് അവരും പണം സമ്പാദിക്കുന്നുണ്ടാവും. ഇപ്പോ ഇവർക്ക് ജോബില്ല. 15 വർഷത്തെ കരിയർ വെച്ച് 75 വർഷം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവര് സമ്പാദിച്ചാൽ അതിന് നമുക്കെന്താ ബുദ്ധിമുട്ട്? അതായത് നമ്മുടെ ഹീറോയുടെ പക്കൽ കാശില്ലെങ്കിൽ അത് നമുക്ക് വിഷമമല്ലേ? അവരിനിയും ധാരാളം പണം സമ്പാദിക്കണം. അവരുടെ പെർഫോമൻസും അവർ സമ്പാദിക്കുന്ന പണത്തെയും വെച്ച് ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് കിട്ടും, ധാരാളം കിട്ടിയാൽ അതും അവരുടെ ഭാഗ്യം. ആർക്കെങ്കിലും അതിൽ അസൂയയുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് തരുന്ന കമ്പനിയിൽ പോയി പറയൂ അവർക്ക് ചാൻസ് കൊടുക്കരുതെന്ന്. ഇതിൽ നമുക്കെന്താ പറയാനുള്ളത്? നമ്മുടെ ഹീറോസിന്റെ പക്കൽ കാശുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ചായയെങ്കിലും മേടിച്ചു തരുമല്ലോ. ജനങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. താങ്കൾ നമ്മുടെ ടീമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ പോരാടേണ്ട സാഹചര്യം വരുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ടീം തോൽക്കുന്നു. അത് വലിയ വിഷമമുണ്ടാക്കുന്നു. നമ്മളിപ്പോഴും പൂർണ്ണമായും സ്പോർട്സ് മൈൻഡഡ് ആയിട്ടില്ല. നമ്മൾ സ്പോർട്സ് കൾച്ചറിനുള്ളിലേക്ക് ഇനിയും ആഴത്തിൽ കടന്നു ചെന്നിട്ടില്ല. ക്രിക്കറ്റ്, സ്പോർട്സ് ഇതൊന്നും നമ്മൾ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് എടുത്തിട്ടില്ല. അതേസമയം നമ്മൾ സ്പോർട്സിൽ നിന്ന് അഭിനന്ദനങ്ങളും ബഹുമതികളും ധാരാളം കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കിടയിൽ നിന്ന് ധാരാളം പ്ലെയേഴ്സ് കടന്നു വരുന്നില്ല. ആ സമയത്ത് ഒരു പ്ലെയർ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവരിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇത് വിഷമുള്ളൊരു കാര്യമാണ്. അവർ തോറ്റുപോയാലോ തളർന്നുപോയാലോ. കപിൽ, ഇത് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, താങ്കൾ കളിക്കുന്ന സമയത്ത് ഒരു കില്ലർ ഇൻസ്റ്റിങ്സ് ഉണ്ടായിരുന്നു, എതിരികളെ എങ്ങനെയെങ്കിലും ജയിച്ചു തന്നെ ആവണമെന്ന്. ഇപ്പോ ആ ഒരു സ്പിരിറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. നമുക്ക് എല്ലാവർക്കും പറയാം, രജിത് ശർമ്മയെപ്പോലെ എല്ലാവർക്കും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും ഇല്ലെന്നേ നമ്മൾ പറയൂ. ഓരോരുത്തരും തന്റേതായ ഓരോ കഴിവുകളോടുകൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുവരികയാണ് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങളുടെ സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞത് മിണ്ടാതെ പോയിരുന്നു പഠിക്കുകയെന്ന്. കളിക്കാൻ പോയാൽ തല്ല് കിട്ടുമെന്ന് പറയും. ഞങ്ങൾ അവരറിയാതെ പോയിട്ടാണ് കളിക്കുക. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലാവട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, അവിടെ അച്ഛനും അമ്മയും മക്കളോടൊപ്പം കളിക്കാനായി പോകും സാറ്റർഡേ, സൺഡേ. നമ്മളതൊന്നും ചെയ്യാറില്ലല്ലോ. ഇക്കാലത്ത് അച്ഛനും അമ്മയും എന്താ കരുതുന്നെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു കപിൽ ജനിച്ചാൽ നന്നായിരിക്കും എന്നാണ്.
ഞാൻ ഒന്നും ഉപദേശിക്കാൻ വരുന്നില്ല, ഒരു കാര്യവും പറയാൻ വരുന്നില്ല. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് നിങ്ങൾ എല്ലാവരും സാറ്റർഡേ സൺഡേ അങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കളിച്ചില്ലെങ്കിൽ സച്ചിനെ പോലെ വളരെ കുറച്ച് പ്ലേയേഴ്സിന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. രാഹുൽ ദ്രാവിഡിനെ പോലെയുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കിട്ടൂ. പക്ഷെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും കളിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് തീർച്ചയായും ഓരോ ദിവസവും ഓരോ സച്ചിൻ സൃഷ്ടിക്കപ്പെടും. തീർച്ചയായും ഓരോ കപിൽ ദേവ് ഉണ്ടാകും. അല്ലെങ്കിൽ ബൈ ദ വേ ആരെങ്കിലും ഒരാൾ വന്നാലായി. അതായത് ഡോക്ടറും എഞ്ചിനീയേഴ്സുമാണ് കൂടുതലായും ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് ഓരോ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹവും. ഇതാണ് സത്യം. ഇത് ആർക്കും മറുത്തു പറയാനാവില്ല. പക്ഷെ മാതാപിതാക്കൾ തന്റെ മകൻ സച്ചിൻ ടെണ്ടുൽക്കർ ആവണം, രാഹുൽ ദ്രാവിഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം. കപിൽ, ഇന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നമ്മുടെ രാജ്യത്ത് കൂടുതൽ സച്ചിൻ തെണ്ടുൽക്കറും കപിൽ ദേവ് വരണമെന്ന് ആഗ്രഹിക്കുന്നു.